നമസ്കാരം. മോർണിംഗ് മന്ത്രിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡ് മുതൽ ഏതാനും എപ്പിസോഡുകൾ നമ്മുടെ സിനിമയുടെ പ്രശ്നങ്ങളും സംബന്ധിച്ചാണ്. എസ്പെഷ്യലി ഞാനിപ്പം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മെമ്പറാണ്, കേരള ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ മെമ്പറാണ്, കേരള ഫിലിം ചേംബറിൻ്റെ മെമ്പറാണ്, എസ്പെഷ്യലി അതുപോലെ തന്നെ അമ്മയുടെ മെമ്പറുമാണ്. ഓക്കെ, ഈ വിഷയങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. ഏകദേശം 2010-12 കാലഘട്ടത്തിലാണ് ആ സമയങ്ങളിൽ ഞാൻ അഭിനയിച്ചിരിക്കുന്ന ഏതാനും നല്ല സിനിമകൾ, ദൈവാനം കൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന സിനിമകളുടെ കഥാപാത്രങ്ങളൊക്കെ ഇന്നും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. 2010 ശ്രീ മമ്മൂക്കയുടെ കൂടെ ദ്രോണ, AK സാജേട്ടൻ, ഷാജി കൈലാസ്, ആരോമ ഈ ടീമിൽ ദ്രോണ എന്ന സിനിമയിൽ അഭിനയിച്ചു. അതിൽ കുഴപ്പമില്ലാത്ത ഒരു കഥാപാത്രമാണ് സൂരി എന്ന് പറയുന്നത്. 2 അവസ്ഥയിലൂടെ പോയൊരു കഥാപാത്രമാണ്. കോളേജിലുള്ള മമ്മൂക്കയായിട്ടുള്ളൊരു ഫൈറ്റൊക്കെ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അത് കഴിഞ്ഞ് തന്നെ മമ്മൂക്കയെ ചാലഞ്ച് ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു, മുട്ടയൊക്കെ അടിച്ചിട്ട് ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമ കിട്ടാനുള്ള പ്രധാന കാരണം, ഞാൻ കേരള കഫേ, ഉദയനാനന്ദൻ്റെ രഞ്ജിയേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കേരള കഫേ എന്ന് പറഞ്ഞ ആന്തോളജിയിൽ നമ്മുടെ ഫഹദിൻ്റെ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്ന അതിൽ ഒരു തിരുമേനിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് എനിക്ക് ഈ പടത്തിൽ കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, ഞാൻ IT-യിൽ പാരലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പല കാര്യങ്ങൾ എന്തൊക്കെ സിനിമയിൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് സിനിമ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനൊക്കെ തുടങ്ങിയത്. ഇതിൻ്റെയൊക്കെ കയ്പും സ്വീറ്റ് വളരെ കുറവാണ്, ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ സമ്പാദിക്കുന്ന കാശുകളല്ലേ, നമുക്ക് കിട്ടുന്ന പണങ്ങളൊക്കെ വീണ്ടും ഞാൻ സിനിമയിലേക്ക് മാത്രമാണ്. എനിക്ക് സിനിമയിൽ നിന്ന് അങ്ങനെ അധികം കാശൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ സിനിമയിലേക്ക് ഞാൻ ഒരുപാട് കാരണം നമുക്കെല്ലാം നമ്മളൊരു ഒരു അൾട്ടിമേറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാലത്ത് ഇപ്പോഴും ഏകദേശം ഇത് പോകെ ഇതിനൊക്കെ ഒരുപാട് മാറ്റം വരും, എങ്കിലും സിനിമ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമാ കലാകാരൻ എന്ന രീതിയിൽ ഞാൻ വാട്ട് ദ ബെസ്റ്റ് ഐ ക്യാൻ ഡു ഫോർ ദ ഇൻഡസ്ട്രി. പക്ഷെ എന്ത് ചെയ്യാനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ അതിന് തുനിഞ്ഞിട്ട് ഇറങ്ങുക എന്നുള്ളത് പണ്ടേ എനിക്കൊരു ക്രേസാണ്. ഏത് പ്രതിസന്ധിയിലും കൊച്ചുനാൾ മുതൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും മാനസികമായും സാമൂഹികമായും സാമ്പത്തികമായും അനുഭവിച്ചൊരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ എന്നാലും അതൊന്നൊക്കെ പല പ്രാവശ്യം എൻ്റെ വലിയേട്ടനടക്കം പറയും, ഇവനെപ്പോഴും ഈ പൂച്ചയെ പോലെയാണ്, എങ്ങനെ വീണാലും അവസാനം 4 കാല് വീഴും. ഇതൊക്കെ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമുക്കുണ്ടാവുന്ന പല ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള സ്പീച്ചുകൾ. അത് സുഹൃത്തുക്കളാവട്ടെ, ബന്ധുക്കളാവട്ടെ, ചിലപ്പോൾ ശത്രുക്കളാവട്ടെ, ചിലപ്പം ഒരു പരിചയമില്ലാത്ത ഒരാളാവട്ടെ, ഒരു വഴിപോക്കനാവട്ടെ, ചിലപ്പോൾ നമ്മുടെ അധ്യാപകനാവട്ടെ, അങ്ങനെ പല രീതിയിലും നമുക്ക് ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ കിട്ടും. അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ മത്ത് തന്നെയാണ് നമ്മുടെ ജീവിതം പോകെ വളരുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ വിഷയത്തിൽ കിടക്കാം. അങ്ങനെ ഈ 2010 ഈ സിനിമകളൊക്കെ തെറ്റില്ലാതെ അഭിനയിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി, ഇത് മാത്രമാണോ എൻ്റെ റോള്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ വിളിച്ചു സിനിമയിൽ. ആ സമയത്തൊക്കെ ഫിലിമിലാണ് ലാസ്റ്റിൽ സിനിമ ഷൂട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ആ സമയത്ത്. പിന്നെ ഡിജിറ്റലിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ അറിയുന്ന ടെക്നോളജി വെച്ചിട്ട് സിനിമയ്ക്ക് എന്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ഏകജാലക വരുമാന സ്രോതസ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. വെറും ഒരു ടിക്കറ്റ് മിഷൻ എന്നൊരു സങ്കല്പത്തിലല്ല ഞാൻ അന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ട്നേഴ്സായിട്ടുള്ള മുസ്തഫയും നിസാർക്കയും ആരിഫും അതുപോലെ സുരേഷ്, പിന്നെ വേറെ മറ്റു സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ച് ഞാൻ അങ്ങനെ ഒരു ഫോം ചെയ്തൊരു പ്രോജക്റ്റായിരുന്നു ടിക്കറ്റിംഗ് ഫോർ സിനിമാസ്. അന്ന് ഏതാനും മൾട്ടിപ്ലക്സിൽ മാത്രമാണ് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന കേരളത്തിൽ പന്തലിച്ച് കിടക്കുന്ന ലോകത്ത് മൊത്തമുള്ള ഈ ബുക്ക് മൈ ഷോ എന്ന് പറയുന്നത്. ഈ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ട്രീ എൻ്റർടൈൻമെൻറ്റിൻ്റെ കീഴിലാണ്. അതൊക്കെ വേറെ കാര്യം, അവിടെ കിടക്കട്ടെ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് ഈ ബോക്സ് ഓഫീസ്, ബുക്ക് മൈ ഷോ ഒക്കെ കൂടുതലും ബോക്സ് ഓഫീസ് മാനേജ്മെൻറ്റ്, അത് നമ്മൾ ടിക്കറ്റിംഗ് സൊല്യൂഷൻ മാത്രമാണ്. അതിനപ്പുറം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, എക്സിബിറ്റർ, ഗവൺമെൻറ് ബോഡീസ്, പബ്ലിക്, ഇതെല്ലാം ഒരു ടെർമിനലൈസ് എന്നൊരു കൺസെപ്റ്റിലൂടെ അത് ഏകീകരിച്ച് ഇപ്പോൾ നമ്മുടെ സിനിമയിൽ പല ആൾക്കാർ, ഇതിനിടയിൽ ഞാൻ വിവാദമായ 1-2 വിഷയങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ടിരുന്നു. അതിൻ്റെ സമയത്ത് ഞാൻ ഒന്നും വിട്ടിട്ടില്ല. ഞാൻ വെറുതെ അങ്ങനെ നിൽക്കുന്ന ആളല്ല. വെറുതെ ഒരാൾക്കെതിരെ ഒരു അഴിമതി ഒരു കാര്യങ്ങളും പറയുന്നില്ല. വ്യക്തമായ തെളിവും കാര്യകാരണ സഹിതം തന്നെ അതിൻ്റെ സമയത്ത് ഞാൻ കൊണ്ടുവരും. അത് നിയമ പോരാട്ടമാണ്, അതിൻ്റെ വഴിക്ക് കിടക്കട്ടെ. ഞാൻ അത് വരും കേട്ടോ. ഞാൻ വിട്ടിട്ടൊന്നുമല്ല. ഞാൻ ഒന്നുമില്ലാതെ ആർക്കെതിരെ ഒന്നും പറയത്തില്ല. ഓക്കെ, അത് ലാസ്റ്റിൽ എൻ്റെ ഓർമ്മ പ്രകാരം ഞാൻ തൽക്കാലത്തേക്ക് അത് ഞാൻ എൻ്റെ സമയത്ത് പറയാം. നോക്കട്ടെ, നമുക്ക് വെറുതെ സമൂഹത്തിലൊന്ന് പല ആൾക്കാരെതിരെ പേര് പറയുക എന്നിട്ട് അതിന് ബഹളം ഉണ്ടാക്കുക എന്നല്ല. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 2010 തൊട്ട് 2024 വരെ ഞാൻ ഈ നിയമ പോരാട്ടം പോയി. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടായത്. അടുത്ത സ്റ്റേജിലേക്കാണ് കിടക്കേണ്ടത്. കൃത്യസമയത്ത് ഞാൻ വരും. അതവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ വിഷയം അങ്ങനെ എന്താണ് സിനിമയ്ക്ക് വാട്ട് ദ ബെസ്റ്റ് ഐ ക്യാൻ ഡു ഫോർ മൈ ഇൻഡസ്ട്രി എന്ന ആംഗിളിൽ തന്നെ ഞാൻ നോക്കിക്കണ്ടാണ് ഈ ടോട്ടൽ ഒരു സൊല്യൂഷനാണ്.
അല്ലാണ്ട് ഒരു ടിക്കറ്റിംഗ് മാനേജർ മാത്രമായിരുന്നില്ല. ഇതെല്ലാം ഒരു ടെർമിനൽ ബേസ്ഡ് ഒരു കൺസെപ്റ്റാണ്. അന്നത്തെ കാലവും ഇന്നത്തെ കാലവും വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ ഇന്നും അതിൻ്റെ റിലവൻ്റ് ആയ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ഇതിനിടയിൽ കണ്ട സിനിമയിലുള്ള പല പ്രശ്നങ്ങളും. ആർട്ടിസ്റ്റുകൾ കാശ് കുറക്കണം, ടെക്നീഷ്യന്മാർ കാശ് കുറക്കണം, പ്രൊഡ്യൂസർക്ക് ഒരു വരുമാനമില്ല, പ്രൊഡ്യൂസറെല്ലാം പെട്ടുകിടക്കുന്നു, ഡിപ്പെൻഡൻസി ഈസ് ടു മച്ച് ബട്ട് നത്തിങ് ഗെറ്റിംഗ്, അങ്ങനെയുള്ള ഒരു പല ഡയമെൻഷനിലെ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു പ്ലാനായിരുന്നു ഞാൻ ചെയ്തത്. എൻ്റെ ജീവിതാനുഭവവും എൻ്റെ മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ അനുഭവിച്ച് അറിഞ്ഞ അറിവുകളും എൻ്റെ ഒരു ബ്രദർ എന്ന് തന്നെ പറയാം, വിജയേട്ടൻ എന്ന് പറഞ്ഞ ശാന്തി തിയേറ്റർ നടത്തുന്ന വിജയേട്ടൻ നടത്തുന്ന സിനിമ ടിക്കറ്റ് മുറിക്കുന്ന കഥ തൊട്ട് ഒരു സിനിമയുടെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറയും ബിഹൈൻഡ് ദ ക്യാമറയും ഓടിയിരിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് എന്ത് ചെയ്യാന്നുള്ളൊരു യാത്രയായിരുന്നു അത്. പ്രത്യേകിച്ച് സിനിമക്കാർക്ക് ഭൂരിപക്ഷവും ആൾക്കാർക്ക് അറിയത്തില്ല ഞാൻ അങ്ങനെ ഒരു ടെക്നോളജി ബാക്ക്ഗ്രൗണ്ടും കൂടി പോകുന്ന ആളാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയങ്ങളിലേക്ക് വരാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഐനെറ്റ് വിഷൻ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന എൻ്റെ കമ്പനിയിൽ ഈ പറയുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പാർട്ട്നേഴ്സ് മെജോറിറ്റി സ്റ്റേക്ക് നമ്മുടെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു പ്രൊജക്റ്റാണ്. അന്ന് സിനിമ മിനിസ്റ്റർ ഉണ്ടായിരുന്ന ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ കെൽട്രോണിൻ്റെ സ്ട്രാറ്റജി പറഞ്ഞായിരുന്നു എൻ്റെ കമ്പനി, അതായത് ഗവൺമെൻറ് ബോഡിയുടെ സ്ട്രാറ്റജി പറഞ്ഞായിരുന്നു. അങ്ങനെ വന്നിരിക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു ടിക്കറ്റ് മിഷൻ. അപ്പോൾ ഈ ടിക്കറ്റ് മിഷൻ അത് സംബന്ധിച്ച് വ്യക്തമായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു എപ്പിസോഡിൽ പറയാം. ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഓരോ കാര്യങ്ങൾ ടിപ്പ് 1, ടിപ്പ് 2, ടിപ്പ് 3 ആയിട്ട് ഞാൻ പറയാം. അത് വ്യക്തിപരമായിട്ട് ആരെ അധിക്ഷേപിക്കാനല്ല. നമ്മളൊരു കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞ ഒരു കാര്യത്തിന് നല്ലൊരു തീരുമാനം ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ ഞാൻ കണ്ടിരിക്കുന്ന പല ആൾക്കാരും, ശ്രീ ഗണേഷ് കുമാർ ആവട്ടെ, അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പിൽ അതിൻ്റെ കീഴിലായിരുന്ന നമ്മുടെ സ്റ്റേറ്റ് വെൽഫെയർ ഫണ്ട് ബോർഡ് അതിന് നല്ലൊരു ഉദ്യമനത്തോടു കൂടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അന്ന് സുരേഷ് കുമാർ ആയിരുന്നു അതിൻ്റെ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പ്രൊജക്റ്റുമായിട്ട് വരുന്നത്. ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വിഷയമുണ്ട്. അതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനിടയിൽ തന്നെ സിനിമാ സമരം പ്രഖ്യാപിക്കുന്നു, ആർട്ടിസ്റ്റുകളുടെ കാശ് കുറക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു വലിയ ഒരു പൊട്ടലായിരുന്നു. തൽക്കാലത്ത് സപ്രസ് ചെയ്തു, അല്ലാതെ ഇത് എന്നേക്കും ശാശ്വതമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ്. അത് ആരും കുറ്റം പറയുന്നില്ല. അപ്പോൾ ഇപ്പോൾ സിനിമാ സമരത്തിലുള്ള ഈ വിഷയം ഇപ്പം മന്ത്രിയായിട്ട് ഒരു മീറ്റിംഗ് നടത്തി. വളരെ വേണ്ടപ്പെട്ട ചില ആൾക്കാരുമായിട്ടാണ് ആ മീറ്റിംഗ് നടത്തിയത്. പക്ഷേ ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. അതിന് കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസ് ഉണ്ട്. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ആ ആംഗിളിൽ നമ്മൾ നോക്കി കണ്ട കാര്യങ്ങൾ ഞാൻ ഓരോന്നായി പറയാം. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എന്തായാലും പറയേണ്ടത് പറയണമല്ലോ, ചെയ്യേണ്ടത് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അടുത്ത ടിപ്പിലൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. താങ്ക് യു സോ മച്ച്.